السلام السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ദിവസം 186 ആയത്താണ് കവർ ചെയ്തത് അല്ലേ. ഇനി ഇൻഷാല്ലാ 187, 88 ഇന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് ഇന്നലെ പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു, പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ റമദാന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ജന്മദിനത്തിന് എടുത്ത് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയുമ്പോൾ ആർക്കെങ്കിലും ഓക്കെ ബർത്ത്ഡേസ് അലൗഡ് ആണ്, ആഘോഷിക്കൽ അലൗഡ് ആണെന്ന് തോന്നാൻ ഒരു സാധ്യതയുണ്ടെന്ന് ഒരു സഹോദരി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല. നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന്റെ ഒരു മാസത്തിന്റെ ഒരു പ്രാധാന്യം എന്നുള്ള രീതിയിൽ പറഞ്ഞോന്നേ ഉള്ളൂ. അതൊരു കാര്യം. പിന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, യാത്രക്കാരന്റെ കാര്യമായിരുന്നു അല്ലെ. യാത്ര ഈസി ആണെങ്കിൽ നോമ്പിന്റെ നിയമം എന്താണെന്ന്. അവിടെ നോമ്പ് എടുക്കുകയും എടുക്കാതിരിക്കുകയും ആണ് ഉത്തരം. പക്ഷെ ചിലർ നോമ്പ് നിർബന്ധമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് എഴുതിയവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിനെ രണ്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് യാത്ര എളുപ്പമാണെന്നുള്ള കേസിൽ തന്നെ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സമ്മറിയിൽ എന്താണ് നോമ്പ് എടുക്കുകയും എടുക്കാതിരിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. പറഞ്ഞതിന്റെയും ക്വസ്റ്റ്യൻ ഇട്ടതിന്റെയൊക്കെ അപാകതയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ കാര്യം ഇപ്പം ടെസ്റ്റ് എഴുതി ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിയതിനു ശേഷം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യവും പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ മിസ്സായതാന്ന് തോന്നുന്നു. ഇൻഷാല്ലാ ഇനിയിപ്പം ഇന്നത്തെ ഇതിലേക്ക് പോവാം. നമ്മളിപ്പം നോമ്പിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് എപ്പോഴാണ് അല്ലെ, ഏത് മാസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്, നോമ്പ് എന്ന് പറയുന്ന നിർബന്ധ ബാധ്യത, അല്ലെങ്കിൽ ഒരാൾക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, എപ്പോഴാണ് ഒരാൾ നോമ്പ് എടുക്കാതിരിക്കൽ അലൗഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഈ ഒരു ആയത്തുകളിൽ അല്ലെങ്കിൽ ഈ ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് നോമ്പെടുക്കുന്ന സമയത്ത്, ഓക്കെ, നോമ്പെടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് അനുവാദ്യമല്ലാത്തത് അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ലാത്തത്, നോമ്പിന്റെ രാത്രിയിൽ മീൻസ് നോമ്പ് തുറന്നതിന് ശേഷം എന്തൊക്കെയാണ് അനുവദനീയമായത് എന്നുള്ളത്. ഓക്കെ, അതായത് വേറെ ഒരു സെറ്റ് ഓഫ് റൂൾ. കഴിഞ്ഞ ദിവസം നോമ്പിനെ കുറിച്ച് മൊത്തത്തിലുള്ള പിക്ചറാണ്. ഇനിയിപ്പോൾ ഒരു നോമ്പിലേക്ക് വന്നിട്ട് അതിന്റെ എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, എത്ര സമയം വരെ അവർക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഓരോ അലൗഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും എത്ര സമയം വരെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ അടുത്ത ആയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആയത്ത് 187. ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. നോമ്പിന്റെ രാവിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ അവർക്കുള്ള വസ്ത്രവും. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്തലം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ അവരുമായി സഹവസിക്കുക, അള്ളാഹു അതിലൂടെ നിങ്ങൾക്ക് അനുവദിച്ചത് തേടുക. അപ്രകാരം തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പ്രഭാതത്തിന്റെ വെള്ള ഇഴകൾ കറുപ്പ് ഇഴകളിൽ നിന്ന് വേർതിരിഞ്ഞു കാണും വരെ. പിന്നെ എല്ലാം വർജിച്ച് രാവ് വരെ വ്രതം ആചരിക്കുക. നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുമ്പോൾ ഭാര്യമാരുമായി വേഴ്ച പാടില്ല. ഇതൊക്കെയും അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, അതിനാൽ നിങ്ങൾ അവയോട് അടുക്കരുത്. ഇவ்விധം അള്ളാഹു അവന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നു, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. വാക്കർത്ഥം നോക്കാം. ഉഹില്ല
ലാം ലാം ഹലാൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ലക്കും നിങ്ങൾക്ക്, ല പ്ലസ് കും ആണ്, കും പ്ലൂറൽ ആണ്. ലൈല ലൈലത്ത് രാത്രിയിൽ, ലാം യ ലാം, അസ്വിയാമ നോമ്പിന്റെ, സ്വാദ് വാവ് മീം, അർറഫസു സംസർഗം, റ ഫ സ, ഇലാ നിസാഇക്കും നിങ്ങളുടെ സ്ത്രീകളുമായി, നൂൻ സീൻ വാവ്. ഹുന്ന അവർ, ലിബാസുൻ ഒരു വസ്ത്രം, ലാം ബാസീൻ ലക്കും നിങ്ങൾക്ക്, വ അൻതും നിങ്ങൾ, ലിബാസുൻ ഒരു വസ്ത്രം, ലഹുൻ അവർക്ക്. ഓക്കെ. അലിമല്ലാഹു അല്ലാഹുവിനറിയാം, അന്നകും കുന്തും നിങ്ങൾ ആയിരുന്നു എന്ന്, തഖ്താനൂന നിങ്ങൾ വഞ്ചിക്കുക, ഹ വാവ് നൂൻ. തഖ്താനൂന ഒക്കെ എന്താണെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. അൻഫുസക്കും നിങ്ങളെ തന്നെ, ഫതാബ എന്നാൽ അവൻ മടങ്ങിയിരിക്കുന്നു, അലൈക്കും നിങ്ങളിലേക്ക്, വഅഫ അവൻ മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു, അൻകും നിങ്ങൾക്ക്, ഫൽ ആന ഇനി ഇപ്പോൾ, ബാഷിറുഹുന്ന അവരുമായി സംസർഗം നടത്തിക്കോളൂ, ബാഷിർ ബാഷീൻ റ, വബ്തഗു നിങ്ങൾ തേടുകയും ചെയ്തോളൂ, ബഗൈനിയ, മാ കതബല്ലാഹ് അല്ലാഹു നിശ്ചയിച്ചത്, ലക്കും നിങ്ങൾക്ക്, വകുലു നിങ്ങൾ തിന്നുവിൻ, വഷ്റബു നിങ്ങൾ കുടിക്കുവിൻ, ഹത്താ യതബയ്യൻ വ്യക്തമാകുന്നത് വരെ, യതബയ്യൻ ബയാനൂൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, ലക്കും നിങ്ങൾക്ക്, അൽ ഖൈതു നൂൽ, ഖ യ തോ, അൽ അബിയദു വെളുത്തത്, ബയദു ളാദ്, മിനൽ ഖൈതി അൽ അസ്വദ് കറുത്തത്, സീൻ വാവ് ദാൽ, മിനൽ ഫജ്രി ഫാജീം റ പ്രഭാതത്തിൽ, സുമ്മ പിന്നെ, അതിമ്മു നിങ്ങൾ പൂർത്തിയാക്കുവിൻ, താമീം മീം, അസ്വിയാമ നോമ്പിനെ, ഇലല്ലൈലി രാത്രി വരെ, വലാ തുബാഷിറൂഹുന്ന നിങ്ങൾ അവരുമായി സംസർഗം നടത്തരുത്, മുമ്പ് കണ്ട വാക്കാണ്, വ അൻതും നിങ്ങളായിരിക്കെ, ആകിഫൂന ഐൻ കാഫ് ഇത്തികാഫ് ഇരിക്കുന്നവർ, ഓക്കെ, ഭജനം ഇരിക്കുന്നവർ, ഫിൽ മസാജിദി പള്ളികളിൽ, തിൽക്ക അവ, ഹുദൂദ് പരിധികളാണ്, ഓക്കെ, ലിമിറ്റേഷൻസ് ആണ്, ഹ ദാൽ ദാൽ, അല്ലാഹി അല്ലാഹുവിന്റെ, ഫലാ തഖറബൂഹ അവയിലേക്ക് നിങ്ങൾ അടുക്കരുത്, ഖുർബ് ഖാഫ് റാബ, ഓക്കെ, ഫലാ തഖറബൂഹ അവയിലേക്ക് നിങ്ങൾ അടുക്കരുത്, കദാലിക അപ്രകാരം, യുബയ്യിനുല്ലാഹ് അല്ലാഹു വ്യക്തമാക്കുന്നു, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ലിന്നാസി മനുഷ്യർക്ക്, ലഅല്ലഹും അവരായേക്കാൻ, യത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവർ. കുറച്ച് നീളമുള്ള ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിന്റെ തഫ്സീർ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്കറിയാം അല്ലെ, ഒരു വ്യക്തി പൊതുവെ നോമ്പ് എടുക്കുമ്പം എന്തൊക്കെയാണ് അവന് ചെയ്യാൻ പാടില്ലാത്തത്? ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ലൈംഗിക സുഖം അല്ലെ, ലൈംഗിക സുഖം അനുഭവിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. കാരണം അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവന്റെ നോമ്പിനെ മുറിച്ചു കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമല്ല. ചിലപ്പം ഇത് ഈ ഒരു കാര്യമൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പം ചിലപ്പം ചെറിയ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ളതോ കല്യാണം കഴിക്കാത്തതോ ഒക്കെ ആയ മക്കളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് തോന്നാം. ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണോ അല്ലെ, ഒരു ലജ്ജയും അങ്ങനെയൊക്കെ തോന്നിയേക്കാം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കുടിക്കലും തിന്നലും നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണോ അതുപോലെ സുബ്ഹാനല്ലാഹ് നമ്മളുടെ നേച്ചറിന്റെ ഭാഗമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെ. കല്യാണം കഴിച്ചവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ വളരെ മെജോറിറ്റി അല്ലെ, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു മേജർ ഭാഗം തന്നെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പറയാതെ വിടാൻ പറ്റില്ല. കാരണം നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയെക്കുറിച്ചും ഓരോ മേഖലയിലും എന്ത് ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ചെയ്യണം, ആ കാര്യത്തിൽ അങ്ങനെയാണ്, ഈ കാര്യം ഇങ്ങനെയാണ്. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെ, സ്വകാര്യ ജീവിതമാണെങ്കിലും നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ജീവിത, കുടുംബപരമായിട്ടുള്ള ജീവിതമാണ്, എന്താണെങ്കിലും എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. കാരണം നമ്മുടെ ദീൻ ഒരു കംപ്ലീറ്റ് ദീനാണ്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഗൈഡൻസ് തരുന്നത്? കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം റബ്ബിന്റെ തൃപ്തിക്കാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പോലും അല്ലെ, നമ്മൾ എടുക്കുന്ന ഒരു ശ്വാസം പോലും വേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാവാൻ വേണ്ടിയിട്ട്, അതെല്ലാം ഉപയോഗിച്ച് ഒരു അടിമ അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് നമുക്ക് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിച്ചു തരുന്നത്. അപ്പം ചിലപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി ഓക്വേർഡായിട്ട് തോന്നും.
പ്രശ്നമാക്കണ്ട, നോർമലാണ്. ഇതൊക്കെ നോർമലാക്കി എടുക്കുക. കാരണം നമ്മുടെ ജീവിതത്തിന്റെ നിർബന്ധമായിട്ടുള്ള ഒരു ഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. പിന്നെ ചിലർക്കെങ്കിലും നിങ്ങളുടെ പ്രായത്തിനേക്കാൾ അപ്പുറത്തുള്ള കാര്യമാണ്, ഒരുപാട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം, സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും. ഉഹില്ല അനുവദിച്ചിരിക്കുന്നു, ഹലാൽ ഹലാംല എന്താണ് അനുവദിച്ചത്? ലക്കും നിങ്ങൾക്ക്, അല്ലയോ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ ലൈലത്ത സുയാം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ രാത്രി. എന്താണ് നോമ്പിന്റെ രാത്രി? നമ്മുടെ ദീനില് സുബ്ഹാനല്ലാഹ് നമുക്കറിയാം ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് രാത്രി വരുമ്പോഴാണ്, അല്ലെ? മഗ്‌രിബിന് ശേഷമാണ് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ചന്ദ്രൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചന്ദ്രനെ കണ്ടോ, അല്ലെ, മാസപ്പിറവി കണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഓക്കെ ഇത് പുതിയ മാസമാണ് അല്ലെങ്കിൽ പുതിയ ഒരു ഡേറ്റ് ആണെന്ന് തീരുമാനിക്കുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത ദിവസം നോമ്പെടുക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം ഈദാണെന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് രാത്രി വരുമ്പോഴാണ്. അപ്പം ഒരു ദിവസം നമ്മൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ തലേ രാത്രി, അതാണ് എന്ത്? ലൈലത്തെ സുയാം, തലേ ദിവസത്തെ രാത്രി മഗ്‌രിബിന് ശേഷം. അപ്പം എന്താണ് ലൈലത്തെ സുയാമില് ആക്കിയിട്ടുള്ളത്, അനുവദിച്ചിട്ടുള്ളത്? അർറഫസു ഇലാ നിസാഇക്കും. അർറഫസ് റഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സെക്ഷൽ, അതായത് ലൈംഗികമായിട്ടുള്ള ഇച്ഛ തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക, അതാണ് റഫസ് എന്ന് പറയുന്നത്. അപ്പം ഈ റഫസ് നിങ്ങളുടെ ഇണകളുമായിട്ടുള്ള ആ ഒരു ഇന്റിമസി, ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ആർക്ക്? ഇലാ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളിലേക്ക്. നിസ എന്ന് പറഞ്ഞാല് നിസ്വയുടെ പ്ലൂറലാണ്. നിസ്വ സ്ത്രീ, നിസാ സ്ത്രീകൾ, ഇവിടെ വൈഫ്, അല്ലെ, ഭാര്യമാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്കും എന്ത്? നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ അനുവദിച്ചിട്ടുണ്ട്. എപ്പം? രാത്രിയിൽ, അല്ലെ? പകല് അനുവദിച്ചിട്ടില്ല, രാത്രിയിൽ അത് അനുവദിച്ചിട്ടുണ്ട്. പകൽ ആരെങ്കിലും നോമ്പെടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ നോമ്പില്ലാതാക്കും എന്ന് മാത്രമല്ല, അതൊരു വലിയ തിന്മ കൂടിയാണ്. കഫാറ ആവശ്യമായിട്ടുള്ള ഒരു തിന്മയാണ്. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോ പോണില്ല. ഓക്കെ, അപ്പം രാത്രിയിൽ അത് അനുവദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഇത് ഇപ്പം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിലാന്ന് തോന്നുന്നു, അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ആ ഒരു കൽപ്പനയില്, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നോമ്പിനെ കുറിച്ച് കൽപ്പിച്ച സമയത്ത് എങ്ങനെയായിരുന്നു? ഒരാള് സുബ്ഹാനല്ലാഹ് മഗ്‌രിബിന് ശേഷം ഉറങ്ങിപ്പോയാല്, അയാൾ ഇശാ നിസ്കരിച്ചോ ഇല്ലയോ, മഗ്‌രിബിന് ശേഷം അയാൾ ഉറങ്ങിയാൽ, ഈവൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പോലും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ പിന്നെ എണീറ്റ് കഴിഞ്ഞാല് പിന്നെ അവൻ അടുത്ത നോമ്പ് തുടങ്ങായി. പിന്നെ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. കാരണം പിന്നെ അവന്റെ മഗ്‌രിബിന് ശേഷം അവൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് അവന് അടുത്ത ദിവസം തുടങ്ങായി. പിന്നെ അടുത്ത ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ട്, അതായത് അടുത്ത ദിവസത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാലേ അവൻ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ, അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതായിരുന്നു ആദ്യത്തെ റൂൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇത് വളരെ പ്രയാസമായിരുന്നു ആളുകൾക്ക്. സഹീഹ് ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത അൽ ബറ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അതിനകത്ത് ഖൈസ് ഇബ്നു സിർമ അൽ അൻസാരി, ഓക്കെ, ഞാൻ ഇതിന്റെ ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം നോമ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഇഫ്താർ സമയത്ത് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അവരുടെ അവസ്ഥ നമുക്കറിയാം, അല്ലെ? അന്ന് അവരുടെ വീട്ടിൽ അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറയും, ഇല്ല, ഞാൻ പോയി എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം. ഇത്രത്തോളം പ്രയാസമായിരുന്നു മദീനയിലെ ആദ്യ കാലഘട്ടങ്ങളിലെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക. സാമ്പത്തികമായിട്ടും, അല്ലെ, ഈവൻ ഭക്ഷണം കിട്ടാൻ പോലും, ഒരു നോമ്പെടുത്തിട്ട് ഭക്ഷണം കിട്ടാൻ പോലും അവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചൊക്കെ, നമ്മളെ വീട്ടിൽ ചെന്നിട്ട് നോമ്പൊറക്കാൻ സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല നോക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്നത്തെ നോമ്പ് ഏതായാലും കഴിഞ്ഞ, നാളെ ഞാൻ നോമ്പെടുക്കുന്നില്ല, അല്ലെ? ഭക്ഷണം കിട്ടുമ്പോ ഭക്ഷണം അങ്ങോട്ട് കഴിക്കുന്നേ, നമ്മളെ രീതി അതായിരിക്കും, അല്ലെ? പക്ഷെ അവരെന്ത് ചെയ്യും? അങ്ങനെ ഭക്ഷണം ഇല്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവർ നോമ്പെടുക്കുമായിരുന്നു. അവരുടെ ആ ഒരു, അല്ലെ, സുബ്ഹാനല്ലാഹ്, അവർക്കറിയാം നോമ്പ് നമ്മുടെ മേലൊരു ബാധ്യതയാണെന്ന്. അവര് പിറ്റേ ദിവസവും നോമ്പെടുക്കും. അവർക്ക് ഭക്ഷണം ബ്രേക്ക് ചെയ്യാൻ ഇഫ്താറിന് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ പിറ്റേ ദിവസം നോമ്പെടുക്കായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഖൈസ് എന്ന് പറയുന്ന സഹാബിയാണെങ്കിൽ അദ്ദേഹം പകലൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അങ്ങനെ രാത്രി ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ച് ഭക്ഷണം എടുക്കാൻ വേണ്ടി ഭാര്യ പോയപ്പോഴേക്ക് ആള് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഭാര്യ വന്നപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് എന്താ ചെയ്തേന്നുള്ള പോലെ, അയ്യോ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള പോലെ ആയി. ഓക്കെ, അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ നോമ്പെടുക്കുക. സുബ്ഹാനല്ലാഹ്. പക്ഷെ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയായപ്പോഴേക്ക്
തല കറങ്ങും അയാൾക്ക്. കാരണം നോമ്പ് ബാധ്യതയാണ്. സുഹൂർ അയാൾക്ക് മിസ്സായി, സുബ്ഹാനല്ലാ. അല്ലെങ്കിൽ ഇഫ്താർ തന്നെ കഴിഞ്ഞ ദിവസം ഇഫ്താർ പോലും എടുക്കാതാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ്. പക്ഷേ എന്നാൽ പോലും 2 നോമ്പ് കണ്ടിന്യൂസ് എടുത്ത് അദ്ദേഹം, കാരണം ഒരുപാട് അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു, അദ്ദേഹം തലകറങ്ങി വീണു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ആ ഒരു സമയത്താണ് ഈ ഒരു ആയത്ത് 187 ആയത്ത് ഇറക്കപ്പെട്ടതെന്ന് പറയുന്നു. സ്വഹീഹ് ബുഖാരിയിലുള്ള റിപ്പോർട്ടാണ്. അപ്പം ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും, നിങ്ങൾക്ക് രാത്രിയിൽ അല്ലെ, നോമ്പിന്റെ രാത്രിയിൽ മുഴുവനും നിങ്ങൾക്ക് എന്ത് അനുവദനീയമാണ്? ലൈംഗിക ബന്ധം അനുവദനീയമാണ്. പക്ഷെ നമുക്കറിയാം അല്ലെ, ലൈംഗിക ബന്ധം അനുവദനീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് എന്ത് പെട്ടു? ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും രാത്രി മുഴുവനും അനുവദനീയമാണ്. അപ്പം മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു കൽപ്പന, മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിരുന്ന ആ ഒരു കൽപ്പന ഇവിടെ നസ്ഖ് ചെയ്യപ്പെടുകയാണ്. നോമ്പ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് മുൻപേ കൊടുത്ത ആ ഒരു കൽപ്പന ഈ ആയത്തിലൂടെ നസ്ഖ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു നോമ്പിന്റെ റൂള് മാറി. അപ്പൊ അല്ലെ, ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും. ഇനി എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്? നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധം അനുവദനീയമാണെന്ന് അങ്ങനെ പറയേണ്ടതിന്റെ ആവശ്യം എന്താ? കാരണം ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൻ ലിബാസുൽ ലഹുൻ, അല്ലെ? ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അല്ലെ? അവർ പുരുഷന്മാരാണ്, ഹുന്ന അവർ സ്ത്രീകൾ. ഹുമ്മിന്റെ സ്ത്രീലിംഗമാണ് ഹുന്ന. അപ്പം അവർ ഇവിടെ ആരാണ്? നിങ്ങളുടെ ഭാര്യമാര്, അല്ലെ? അവരെന്താണ്? ലിബാസുൻ ലക്കും, നിങ്ങൾക്ക് വസ്ത്രമാണ്. സുബ്ഹാനല്ലാഹ്, ലാം ബാ സീൻ. വ അൻതും, നിങ്ങളോ, അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾ ലിബാസുൽ ലഹുൻ, അവർക്കും വസ്ത്രങ്ങളാണ്, നിങ്ങളുടെ ഭാര്യമാർക്ക്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്, അല്ലെ? വസ്ത്രങ്ങളെ പോലെ, അല്ലെ? വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അങ്ങേറ്റം ഒട്ടി നിൽക്കുന്ന സാധനങ്ങളല്ലേ? സുബ്ഹാനല്ലാഹ്, വളരെ ക്ലോസ് ആണ്, നമ്മുടെ ബോഡി ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എപ്രകാരം വസ്ത്രങ്ങൾ നിങ്ങളുടെ മേൽ വളരെ ക്ലോസ് ആയിരിക്കുന്നോ അപ്രകാരം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ വളരെ ക്ലോസ് ആണ്. അപ്പം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് സുബ്ഹാനല്ലാഹ്, അവരൊന്നിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ 30 ദിവസവും, അല്ലെ, ഈ നോമ്പെടുക്കുന്ന ഈ 30 ദിവസവും പകലേതായാലും അവർക്ക് അനുവദനീയമല്ല, അല്ലെ? രാത്രിയും അവർക്ക് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫെയർ അല്ല, അല്ലെ? നീതിയല്ല. അപ്പൊ നിങ്ങൾക്ക് എപ്രകാരം വസ്ത്രം ധരിക്കാതെ, ആവശ്യത്തിനുള്ള വസ്ത്രമില്ലാതെ ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റൂലയോ അപ്രകാരം നിങ്ങൾക്ക് ഇതും പ്രയാസമാണ്. വസ്ത്രം നമുക്കൊരാവശ്യം, അല്ലെ? വസ്ത്രം ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റുമോ? ഒരുപാട് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അതേപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം, അല്ലെ, ഒട്ടിച്ചേർന്ന് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇത്രയും ദിവസങ്ങൾ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കൽപ്പന, അതായത് നിങ്ങൾ എങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പിറ്റേ ദിവസം നോമ്പ് തുടങ്ങുന്നു എന്നുള്ള ആ ഒരു കൽപ്പന നിങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉറങ്ങിപ്പോയാലും നിങ്ങൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഭാര്യയും ഭർത്താവിനെയും വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള കാര്യമാണെന്ന് അറിയോ? ശരിക്കും നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അവൻ അവൾക്കും അവനും വസ്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു സൈഡിലേക്ക് മാത്രമല്ല. ശരിക്കും ഇവിടെ ഒരു ഈക്വാലിറ്റിയാണ്, സമത്വം ഉണ്ട്, അല്ലെ? ഭാര്യ എങ്ങനെ ഭർത്താവിന് വസ്ത്രമാവുന്നോ അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്കും വസ്ത്രമാണ്. ഭാര്യയ്ക്ക് എങ്ങനെ ഭർത്താവിന് ആവശ്യമുണ്ടോ അതുപോലെ ഭർത്താവിനും ഭാര്യയെ ആവശ്യമുണ്ട്. ഭർത്താവിന് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതുപോലെ ഭാര്യയ്ക്കും അവകാശങ്ങളുണ്ട്. ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്നു അതുപോലെ ഭാര്യയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്, അല്ലെ? അവരുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ആണ്, ഈക്വൽ ആണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ആവശ്യം ഇല്ലാതെ, അല്ലെ, അവർക്ക് പരസ്പരം നിൽക്കാൻ പറ്റൂല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നീ നിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് എന്ന് പറഞ്ഞാൽ നടക്കൂല. രണ്ടാമത് നമുക്കറിയാം, വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച്. ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് വസ്ത്രം ഇല്ലാണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റും.
ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ നല്ല തണുപ്പിൽ ഒരു മൈനസിലൊക്കെ -1 മൈനസ് ഒന്നും വേണ്ട, ഒരു 10 വരെയുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും നമുക്കൊരു സോക്സും ഫുൾ കവറിങ്ങും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ ശരിക്കും രോഗം വരും നമുക്ക്. അതേപോലെ പെരും ചൂടില് നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള കവറിങ് ഇല്ലാതെ നമുക്ക് പോയി നിൽക്കാൻ പറ്റുമോ? സൺബേൺ വരും അല്ലെ? അതുപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവര് അല്ലെ, ഓരോരുത്തരും മറ്റവർക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് അത് ആലോചിച്ച് ചെയ്യുന്നവരാണ്. ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഐഡിയൽ കേസ് ആട്ടോ പറയുന്നത്, മാതൃകാപരമായ ഭാര്യയും ഭർത്താവും. നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നവരാണ്. അതായത് നരകാഗ്നിയിൽ നിന്നും, സുബ്ഹാനല്ലാഹ് അല്ലെ, ഏതൊരു ഭർത്താവിനും തന്റെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഭയമുള്ള ഭർത്താവിനും ഭാര്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാകും. അതേപോലെ തിരിച്ചും. അതുപോലെ ഇഹലോകത്തെ ഏതൊരു പ്രയാസങ്ങളിൽ നിന്നും ഭർത്താവിന് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് ഭാര്യയുടെയും കൂടെ പ്രയാസമാണ്. അത്തരത്തിൽ അവര് ആ പ്രയാസങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കും അല്ലെ, പരസ്പരം പ്രൊട്ടക്ട് ചെയ്യും. അതേപോലെ ഭാര്യയും ഭർത്താവും അവരവരുടെ പ്രൈവറ്റ് പാർട്സ് അല്ലെ, ഗുഹ്യഭാഗങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ്? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ യുവാക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തികമായി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വിവാഹം ചെയ്യുക. കാരണം അത് നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. കാരണം ഈ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത്, ലൈംഗികമായ ആ ഒരു ഇച്ഛ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാച്ചുറൽ ആയിട്ട് നമ്മൾ മനുഷ്യന്മാരിൽ ഇട്ട് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം വിവാഹം ചെയ്യുന്നതിലൂടെ അത് നമുക്ക് ഹലാലായ രീതിയിൽ ആ ഒരു ഇച്ഛയെ പൂർത്തീകരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഹറാമായ രീതികളിൽ നിന്ന് സംരക്ഷിക്കണം അല്ലെ. അങ്ങനെ ഭാര്യയും ഭർത്താവും ഹറാമായ രീതിയിൽ പ്രൈവറ്റ് പാർട്സിന് ഉപയോഗിക്കപ്പെടുന്നതിൽ നിന്ന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സംരക്ഷിക്കണം. അപ്പം സംരക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം പലപ്പോഴും എനിക്കൊന്ന് ഇന്നത്തെ കാലത്ത് കുറച്ചധികം കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, ദീൻ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പൊ എനിക്ക് പഠിക്കണം, ആലിമാവണം, ഷെയ്ഖാവണം, അല്ലെങ്കിൽ ഷെയ്ഖയാവണം, ഞാൻ പഠിക്കാൻ പോവാണ്, എനിക്കിപ്പോൾ തൽക്കാലം അതിനൊന്നും സമയമില്ല അല്ലെ, കല്യാണത്തിനൊന്നും സമയമില്ല, ഞാൻ അവിടെ പോകണം, സൗദി പോകണം, ഈജിപ്തിൽ പോകണം, എനിക്ക് പഠിക്കണം. സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറ്റും, അതൊക്കെ ചെയ്യാം, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടല്ലേ, അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതൊന്നും ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റാണത്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല നമ്മൾ തന്നെ ഹറാമിൽ ചെന്ന് ചാടാനുള്ള ഒരു വഴിയും കൂടെയാണത്. പിന്നെ വേറെ ചിലര് സുബ്ഹാനല്ലാഹ്, കല്യാണോ, എന്തിനാ കല്യാണം, അത് ഡിവോഴ്സിൽ അവസാനിക്കാനുള്ളതാണല്ലേ. കല്യാണം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാണ്, ചുറ്റുപാട് മൊത്തം പ്രശ്നങ്ങളാണ് ഞാൻ കാണുന്നത്, എനിക്ക് വേണ്ട കല്യാണം അല്ലെ. സുബ്ഹാനല്ലാഹ്, ആർക്കറിയാം, ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കല്യാണത്തിലേക്കാണെങ്കിലും എത്തുന്നത്, ഏറ്റവും നല്ല ബന്ധമാണെങ്കിലും കിട്ടുന്നത്. പിന്നെ വേറെ ചിലര് അള്ളോ ഭയങ്കര പ്രയാസം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അല്ലേ, എന്നെ കൊണ്ട് അത്രയും ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പ്രസവിക്കാൻ പറ്റില്ല, എനിക്ക് ഉമ്മയാവാൻ പറ്റൂല, എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ സിംഗിൾ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ് അല്ലെ, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് എന്റേതായ പൈസ ഉണ്ട്, എനിക്ക് എപ്പോ വേണമെങ്കിലും പോവാൻ വരാം, ആരുടെ സമ്മതമൊന്നും ചോദിക്കണ്ട, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് ആ ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്, എനിക്ക് വസ്ത്രം ധരിക്കണ്ടെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, എനിക്ക് വസ്ത്രം ധരിക്കാൻ താല്പര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറഞ്ഞത്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും വസ്ത്രമാണെന്ന്. അപ്പൊ ഞാൻ വസ്ത്രം ധരിക്കൂല എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഫൂളിഷ് എന്നല്ലാണ്ട് അല്ലെ, വിഡ്ഢി എന്നല്ലാതെ എന്താ പറയാ? വസ്ത്രം ധരിക്കാതെ നടക്കുന്ന ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് വിഡ്ഢീനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് മാരേജ് കഴിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൻ ലഹുൻ. മാത്രമല്ല വസ്ത്രം എന്ന് പറയുന്നത് അത് നമ്മളെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ, നമ്മളെ ഭംഗി കൂട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമുക്ക് തന്നെ അല്ലേ, നമ്മള് വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്റെ ഭംഗി കൂടിയിട്ടുണ്ടോ, എന്റെ കോൺഫിഡൻസ് ഒന്ന് കൂടിയിട്ടുണ്ടോ. അപ്പം വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഭംഗി കൂട്ടാനും കൂടെ ഉള്ള ഒരു കാര്യമാണ്. അല്ലാതെ അല്ലെ പൊതുവേ ഇന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു തിന്മ, ഒരു മോശപ്പെട്ട ഒരു കാര്യം അല്ല. പിന്നെ ഏതൊരു വിവാഹവും സുബ്ഹാനല്ലാഹ് അല്ലെ, അതിനെ ഭംഗിയാക്കാൻ നമുക്ക് ശ്രമിക്കാം, നമ്മളെ കൊണ്ട് പരമാവധി ശ്രമിക്കാം. പാളി പോവാണെങ്കിൽ, ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള വഴികളും തുറന്നു തന്നിട്ടുണ്ട് അല്ലെ. അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല അവിടെയും.
കാരണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഉമ്മത്തൻ വസത്തൻ എന്നാണ് പറഞ്ഞല്ലേ, മധ്യമ നിലപാടാണ്. നമുക്കറിയാം മുമ്പെയുള്ള സമൂഹങ്ങളിൽ രണ്ടറ്റം കൊടുത്തിട്ടുണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പെയുള്ള ഉമ്മത്തിന് ഒരു ഡിവോഴ്സ് പാടില്ല എന്ന് പോലും വിശ്വസിക്കുന്ന സമൂഹങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്രയും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ. മാത്രമല്ല നമുക്കൊരു കംഫർട്ടും കൂടെയാണ് അല്ലെ വസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും ഒരുപക്ഷെ വീട്ടിലൊക്കെ പുറത്തൊക്കെ പോയി വന്ന് തിരിച്ചു വന്ന് നമ്മൾ ആ ഇട്ട ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു നൈറ്റി എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സുഖം അല്ലെ, ഭയങ്കര കംഫർട്ടബിൾ ആ. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, ഓരോരുത്തരുടെ കംഫർട്ട് സോൺ. ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ് ആണ് അല്ലെ, എന്തോ ഒരു ആശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്. വേറെ എന്ത് വസ്ത്രത്തിനും ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സുഖം തോന്നില്ല. അപ്പം വസ്ത്രം എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, ആശ്വാസവും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് വിവാഹത്തിലൂടെ കിട്ടുള്ളൂ അല്ലെ, ആ ഒരു ക്ലോസ് ബന്ധത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. ശരിയാണ്, അതിന് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട് അല്ലേ. അതിന് ഭംഗിയും അതിന് എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മൾ വസ്ത്രം തന്നെ എടുക്കണം വെച്ചോ, നമ്മൾ ഓരോരുത്തരും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പം നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ പോണെങ്കിലും നമ്മൾ പോകും. ഒരുപക്ഷെ പൈസ അധികം ചെലവാക്കണമെങ്കിലും നമ്മൾ ചെലവാക്കും അല്ലെ. ചിലപ്പം ചിലരിങ്ങനെ മാറി മാറി ട്രൈ ചെയ്യും. ഇത് എനിക്ക് ശരിയാവില്ല, അപ്പൊ വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത് വരെയുള്ള എഫേർട്ട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. എന്നിട്ട് ആ ഒരു ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോവാറുണ്ട്. അതിന്റെ പ്രയാസങ്ങൾ ഉണ്ട്, എന്തായാലും പ്രയാസങ്ങളുണ്ട് ബെസ്റ്റ് കിട്ടാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾ വസ്ത്രം വാങ്ങി വെച്ചത് കൊണ്ടോ ധരിച്ചത് കൊണ്ടോ ആയില്ല. അതിന് വാഷ് ചെയ്യണം, അയൺ ചെയ്യണം, മര്യാദയ്ക്ക് വെള്ളം കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റാതെ ഡ്രൈ ക്ലീൻ ചെയ്യണം. അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുകയും വേണം അല്ലേ. മോശമായി പോയാൽ അത് കളയേണ്ടി വരും. അതിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാം കല്യാണങ്ങൾക്കൊക്കെ ചിലർ ധരിക്കുന്ന വസ്ത്രം സുബ്ഹാനല്ലാഹ് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ, ഭയങ്കര ഹെവി ആയിരിക്കും. ഭയങ്കര ഹെവി, അതുകൊണ്ട് നടക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ എത്ര അൺകംഫർട്ടബിൾ ആണെങ്കിലും, എത്ര ഒരു പ്രയാസം തോന്നിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഞാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അവരത് ധരിക്കാൻ തയ്യാറാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതാണ് വസ്ത്രം. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനകത്ത് എന്നെ കാണാൻ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആണ്, കംഫർട്ടബിൾ ആണെന്ന് കണ്ടാൽ നമ്മളത് ധരിക്കും. അതേപോലെ അങ്ങനെയുള്ള ഒരു വസ്ത്രം അതിന്റെ മുകളിൽ ഒരിത്തിരി കറയായി കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കില്ലേ. നമ്മൾ അങ്ങനെ ഒരു കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കറി മേലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നിലത്ത് വലിഞ്ഞിട്ട് നിലത്തുനിന്ന് എന്തെങ്കിലും അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കും. എന്തുകൊണ്ടാ, ആ വസ്ത്രം ധരിക്കുന്നത് വേർത്താണ്. ഓക്കെ, ആ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം വിവാഹം, ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ഒരാളുടെ വിശ്വാസം കംപ്ലീറ്റ് ചെയ്യിക്കുന്ന ഭാഗമാണ്, വിശ്വാസത്തിന്റെ പകുതിയാണ്. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ. അലിമല്ലാഹ്, അല്ലാഹു അറിയുന്നു, അന്നക്കും നിശ്ചയമായും നിങ്ങൾ ആയിരുന്നു തഖ്താനൂന അൻഫുസക്കും, തഖ്താനൂന വഞ്ചിക്കുന്നവരായിരുന്നു, അൻഫുസക്കും നിങ്ങളെ തന്നെ. ഓക്കെ, നിങ്ങളോട് തന്നെ ഖിയാന ചെയ്യുന്നവരായിരുന്നു. ഖിയാൻ, തഖ്താനൂൻ, ഖ വാവ് നൂൻ. ഖിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതി. അതായത് ആരെങ്കിലും ഒരാൾ നമ്മളെ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കാന്ന് വെച്ചോ, എന്റെ ഈ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോളണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് അല്ലെ, നമ്മളെ കാര്യം ശ്രദ്ധിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ശരിക്കും ആ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്താം, ശരിക്കും ചെയ്യാൻ പറ്റാതിരിക്കാം. ഇപ്പം ഒരാള് നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ചെടി ഏൽപ്പിക്കാം, എന്റെ ചെടിയാണ്, നിങ്ങൾ നല്ലോണം നോക്കണേ, വെള്ളം ഒഴിക്കണേ. നമ്മൾ 1-2 ദിവസം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് അങ്ങ് മറന്നുപോയി. അവർ തിരിച്ചു വരാം, അല്ലോ എന്റെ ഇത് ചത്തുപോയല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറയാ, ഇല്ല ഞാൻ 2 ദിവസം വെള്ളം ഒഴിച്ചിരുന്നു, പിന്നെ എനിക്ക് മറന്നുപോയി. പക്ഷെ അപ്പോഴേക്ക് വെള്ളം കിട്ടാതെ അത് ചത്തുപോയില്ലേ. അപ്പം ഇതാണ് ഖിയാന. നമുക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ചെയ്യാൻ പറ്റാതിരിക്കാം. അതേപോലെ ഖിയാനയുടെ വേറൊരു അർത്ഥമാണ്, നമ്മളുടെ മേലെ എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടെങ്കിൽ, ഓക്കെ, ചില നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുസരിക്കാതിരിക്കുന്നതും എന്താണ്, ഖിയാനയാണ്. ആ ഒരു റൂൾസ് ഫോളോ ചെയ്യാതിരിക്കലും ഖിയാനയാണ്.
ഇപ്പം ഒരു ബിസിനസ്സിൽ ഒരാള് പറയാണ്, നിങ്ങൾക്ക് ഇവിടെ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും വരുന്ന പൈസകളൊക്കെ എഴുതി വെക്കണം, പോകുന്ന പൈസകളും അല്ലെ, സ്പെൻഡ് ചെയ്യുന്ന പൈസകൾ എഴുതി വെക്കണം, എന്നിട്ട് ഫൈനലി ഒരു ദിവസത്തിന്റെ അവസാനം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, റെസിപ്റ്റ് വാങ്ങണം, സൂപ്പർവൈസർ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയണം. അയാൾ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഒരു ട്രാൻസാക്ഷൻ അത് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് അതങ്ങ് വിടുകയാണ്. അതെന്താണ്? ഖിയാനയാണ്. അപ്പൊ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില റൂൾസ് ഒക്കെ ഫോളോ ചെയ്യാനുണ്ട് അല്ലെ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പം ഒരാള് പകല് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഖിയാനയാണ്, വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഖിയാനയാണ്. അപ്പൊ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നിയമം എന്തായിരുന്നു? രാത്രി ഒരാൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഉറങ്ങി എഴുന്നേറ്റാല് പിന്നെ അടുത്ത ദിവസം അല്ലെ മാത്രമേ അയാൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും പറ്റുള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചത്? ചില ആളുകൾ ഈ കാര്യത്തിൽ ഖിയാന ചെയ്തു. അവര് വിചാരിച്ചു വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, അള്ളാഹ് നമുക്ക് പുറത്തു തരുമായിരിക്കും അല്ലെ. അവര് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു രാത്രികളിൽ ഒക്കെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷവും. അപ്പം അതെന്താണ്? നിയമത്തിനെതിരാണ് അല്ലെ. അവർക്ക് ആ നിയമം പാലിക്കാൻ പറ്റിയില്ല. അപ്പം അവരെന്തായി? അവരെന്ത് ചെയ്തവരായി? ഖിയാന ചെയ്തവരായി. ഇത് അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തെ മനഃപൂർവ്വം റബൽ ചെയ്ത് ലംഘിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ അവര് ഇല്ല, അള്ളാഹ് പുറത്തു തരും, അള്ളാഹ് പുറത്തു തരുമായിരിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, എനിക്ക് അറിയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് തന്നെ ഖിയാന ചെയ്തവരാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നോട് നിങ്ങൾ ഖിയാന ചെയ്തു എന്നല്ല പറയുന്നത്, നിങ്ങളുടെ നഫ്സിനോടാണ് അല്ലെ. കാരണം നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വളരെ ചെറിയ തെറ്റാണെങ്കിൽ പോലും നമ്മളുടെ ഹൃദയം പറയൂലേ, വേണ്ട, ചെയ്യണ്ട, അത് തെറ്റാണ് അല്ലെ. നമുക്ക് ആ ഒരു ഫീലിംഗ്, ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ അപ്രകാരം നമ്മൾ അങ്ങനെ ആ തെറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ആ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ, ശരിക്കും നമ്മൾ ആരെയാ ചതിക്കുന്നത്? നമ്മളെ തന്നെയാ ചതിക്കുന്നത് അല്ലെ. പലപ്പോഴും നമ്മളുടെ ഇച്ഛകളിൽ പെട്ടുപോയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെയാണ് ചതിക്കുന്നത്, നമ്മളെ തന്നെയാണ് അപകടത്തിൽ വീഴ്ത്തുന്നത്. അപ്പം അള്ളാഹു പറയണ, നിങ്ങൾ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ നഫ്സിനോട് തന്നെ ഖിയാന ചെയ്തവരാണ്. അലിമുല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. അള്ളാഹ്ക്ക് അതിനെക്കുറിച്ച് അറിയാം. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട് അല്ലെ. നമ്മൾ എത്ര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും, എത്ര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ സത്യസന്ധമായിട്ടാണെങ്കിലും അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് അറിയുന്നുണ്ട്. നമ്മൾ ചിലപ്പം ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്തത് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈവൻ അള്ളാഹിനോട് തന്നെ നമ്മൾ ചെയ്ത ഒരു പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് അറിയാം അല്ലെ. അപ്പം അതൊക്കെ എന്താണ്? ഖിയാനയാണ്. എത്ര പ്രൈവറ്റ് ആയിട്ട്, എത്ര സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അള്ളാഹ്ക്ക് അറിയാം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ആ ഖബറിൽ ഉള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഖബറിലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ്ടായി. അയാൾ അതിഭീകരമായ ഒരു തെറ്റ് ചെയ്ത ഒരാളൊന്നുമല്ല, പക്ഷെ അയാൾ മൂത്രമൊഴിക്കുമ്പോൾ അയാളുടെ മേലേക്ക് മൂത്രത്തുള്ളികൾ തെറിച്ചതിനെ കുറിച്ച് അയാൾ അശ്രദ്ധനായിരുന്നു, അതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നജസ് അല്ലെ, അയാളുടെ മേല് നജസിന്റെ ഒന്നോ രണ്ടോ തുള്ളി തെറിച്ചു കഴിഞ്ഞാലും അയാൾ ശ്രദ്ധിക്കൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ തഹാറ എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിൽ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മളുടെ ശുദ്ധി എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് അവിടെയും ഉണ്ടല്ലേ, നമുക്ക് നിയമങ്ങളുണ്ട്. അത് ആരെങ്കിലും അറിയുന്നുണ്ടോ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ്ക്കും നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ. മറ്റുള്ളവർ ആരും അറിയില്ല. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ നമ്മൾ കെയർഫുൾ അല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ ഖിയാന ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പറയണ അലിമുല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും. നമ്മൾ എല്ലാ സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് ബോധമുള്ളതൊക്കെ ഉള്ള ആളുകളായിരിക്കണം, എന്ത് ചെയ്യുകയാണെങ്കിലും. കാരണം അള്ളാഹു കാണുന്നുണ്ട് അല്ലെ. ഫതബ അലൈക്കും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് മടങ്ങി കാരുണ്യം കൊണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഈ നിയമത്തെ എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്ന ഈ നിയമത്തെ, ഈ വിലക്കിനെ അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു കളഞ്ഞു. എന്തായിരുന്നു ഈ നിയമം? അവർക്ക് നോമ്പിന്റെ രാത്രികളിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല എന്നുള്ളതിൽ, അത് നിങ്ങൾക്ക് പ്രയാസമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെ എടുത്തു കളഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങളിലേക്ക് കാരുണ്യം കൊണ്ട് അല്ലെ, നിങ്ങളുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി, നിങ്ങൾക്ക് ഈ ഒരു പ്രയാസം ഞാൻ എടുത്തു കളഞ്ഞു. വഅഫ അൻകും,
ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അഫ് ചെയ്തിരിക്കുന്നു, ഐൻ ഫാവ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അത് പുറത്തു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തിന്? ഈ ഖിയാനയ്ക്ക് അല്ലെ, നിങ്ങൾ ഈ ചെയ്ത വഞ്ചനയ്ക്ക്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് തന്നെ ചെയ്ത വഞ്ചനയ്ക്ക്. കാരണം അവര് അത് അള്ളാഹുവിനെ എതിർക്കാൻ വേണ്ടി ചെയ്തതല്ല അല്ലെ. അല്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്തല്ല. പക്ഷെ മനുഷ്യ സഹജമായ അവരുടെ വീക്ക്നെസ് കൊണ്ട് അല്ലെ, എല്ലാ മനുഷ്യരെ പോലെ വീക്ക്നെസ് കൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാതെ അവർ ചെയ്തതായിരുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കത് പുറത്തു കൊടുത്തു. കാരണം അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു അവർക്ക്. സുബ്ഹാനല്ലാഹ്. ഫൽ ആന, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ. ഓക്കെ, അൽ ആൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഈ പ്രസന്റ് ടൈം എന്നാണ് പറയുന്നത്. ബാഷിറൂഹുന്ന, നിങ്ങൾക്ക് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ബാഷിറൂഹുൻ, മുബാഷിറ, ബാഷീൻ റ. ഇത് ലൈംഗിക ബന്ധത്തിന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, ഒരു ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ബാഷിറു എന്ന് പറയുന്നത്. ബഷറ നമുക്കറിയാം മനുഷ്യന്റെ സ്കിന്നാണ്, മനുഷ്യന്റെ തൊലിയാണ് ബഷറ. നമുക്കറിയാം ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും തൊലികൾ തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലെ, ഫിസിക്കൽ കോണ്ടാക്ട് വരുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാഷിറോഹൻ എന്ന് പറയുന്നത്. അപ്പൊ ഫൽ ആന ബാഷിറോഹൻ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് എന്താക്കാം, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുവദനീയത അല്ലെ, ഒരു ഹലാൽ അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ തേടിക്കോളൂ. എന്താ നിങ്ങൾ തേടേണ്ടത്? മാ കതബല്ലാഹു ലക്കും, അള്ളാഹു എന്താണോ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈംഗിക സുഖവും ആ ഒരു തൃപ്തിയും മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വേറെ ചിലതും കൂടെ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു സെക്ഷൽ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുക, ലൈംഗിക സുഖം നേടുക എന്നുള്ളത് മാത്രമല്ല, അത് കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളതും കൂടിയാണ്. അതാണ് വിവാഹത്തിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും അല്ലേ. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അല്ല, നിങ്ങളുടെ വിവാഹത്തിന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളത് എന്താണ്? നിങ്ങൾ തേടിക്കൊള്ളുക. വിവാഹത്തിന്റെ ഉദ്ദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം കഴിയുന്നതും അല്ലേ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴൊക്കെ അത് വേറെ ഒരു ട്രെൻഡാണ്, കുട്ടികളെ ഉണ്ടാവുന്നത് വൈകിക്കുക എന്നുള്ളതും എണ്ണം കുറയ്ക്കുക എന്നുള്ളതും ഒക്കെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വൈകിക്കാനും കുട്ടികളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാനും പാടില്ല. അതിന്റെ അർത്ഥം നമുക്ക് ഇല്ല എന്താണ് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള വഴികൾ തേടിക്കൂടാ എന്നൊന്നുമല്ല. അതൊക്കെ വിത്ത് എന്താണ് കണ്ടീഷൻസ് അലൗഡ് ആണ്. പക്ഷേ വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവുക ആണെന്നുള്ളത് മറന്നു പോകരുത്. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അത് ഒരു പ്രയോറിറ്റി അതും കൂടെ ആയിരിക്കണം. വകുലു, നിങ്ങൾ കഴിച്ചുകൊള്ളൂ. വഷ്റബു, നിങ്ങൾ കുടിച്ചുകൊള്ളൂ. കാരണം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും കുടിക്കാനും അനുവാദമുണ്ട് ആ രാത്രി മുഴുവനും അല്ലെ, നോമ്പിന്റെ രാത്രി മുഴുവനും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വാസികളോട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പം അള്ളാഹു ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻജോയ്മെന്റ് പോലും, ലൈംഗിക ബന്ധത്തിൽ നിന്നുള്ള ഒരു എൻജോയ്മെന്റ് പോലും എന്താണ്? ഒരു ഇബാദയാണ് അല്ലെ. കാരണം നമ്മളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കൊരു പക്ഷേ എന്ന് തോന്നുന്ന, മോശമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ലൈംഗിക ബന്ധം. സുബ്ഹാനല്ലാഹ്. അതുപോലും ഇബാദത്താണ്. ആളുകൾ ലജ്ജാവഹമായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമല്ല അല്ലെങ്കിൽ അനാവശ്യമാണെന്നൊക്കെ വിചാരിച്ച് മാറ്റിവെക്കുന്ന കാര്യം പോലും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇബാദത്തായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ദീനില് സന്യാസം ഇല്ല അല്ലെ, സുഹദ് ഇല്ല നമ്മുടെ ദീനില്. ലൈംഗിക ബന്ധം വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഖം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കല്, അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ ദീനില് ഇല്ല. നമ്മള് ഇനി സന്യാസം ഇല്ലാന്ന് വിചാരിച്ചിട്ട് മറ്റേ എക്സ്ട്രീമിലേക്കും പോകരുത് അല്ലെ. കാരണം നമുക്ക് എല്ലാവരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല, നമ്മുടെ ഇണകളുമായിട്ട്. സുബ്ഹാനല്ലാഹ്. സിന നമുക്ക് ഹറാമാണ്. ഭാര്യയും ഭർത്താവും ഇടയിലാണ് ഈ ഒരു കാര്യം വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപ്രകാരം ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ലൈംഗിക ബന്ധം ഏർപ്പെട്ട് അവരതിൽ നിന്നുള്ള തൃപ്തി അനുഭവിക്കുമ്പം അതെന്താണ്? ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യലാണ്. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കലാണ്. സുബ്ഹാനല്ലാഹ്.
അല്ല, ഹറാമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ തിന്മയുമാണ്. ഹലാലായിട്ടുള്ള രീതിയിലൂടെ ചെയ്യുകയാണെങ്കിൽ അത് ഇബാദത്താണ്. ഹദീസ് തന്നെ ഉണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കഴിച്ചോളൂ, കുടിച്ചോളൂ. ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. ഇതുവരെയാണ്. എന്താണ് ടൈം ലിമിറ്റ്? ഹത്ത വരെ, യതബയ്യന ബ യ നൂൻ, ക്ലിയർ ആകുക, പ്രത്യക്ഷമാകുക, അല്ലെങ്കിൽ എവിഡന്റ് ആകുക എന്നുള്ളത് പോലെ. ലക്കും നിങ്ങൾക്ക്, അൽ ഖൈത്തുൽ അബിയദു, ഖൈത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂല്, വെളുത്ത നൂല്, വൽ മിനൽ ഖൈത്തിൽ അസ്വദി, കറുത്ത നൂലിൽ നിന്ന്. ഏതിന്റെയാണ്? മിനൽ ഫജ്രി, ഫജ്ർ സമയത്തെ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വെളുത്ത നൂലിൽ നിന്ന് കറുത്ത നൂല് വ്യത്യസ്തമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവരെ, നിങ്ങൾക്ക് ക്ലിയർ ആകും, നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാകുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കുടിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കലും കുടിക്കലും നിർത്തണം. ഹൈത്ത് എന്ന് പറഞ്ഞാൽ ഹ യ തോ എന്ന് പറഞ്ഞ ഒരു നൂല് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്. അബിയത് ബ യ ദോദ് വൈറ്റ്, അസ്വദ് സീൻ വാവ് ദാൽ ബ്ലാക്ക്, ഓക്കെ, കറുപ്പ്. അപ്പം ഈ ഫജറിന്റെ സമയത്തുള്ള ആ വെളുത്തതും കറുത്തതുമായിട്ടുള്ള ഒരു നൂല്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കാം. അതായത് രാത്രി കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ ഈ ഹൊറൈസൺ എന്ന് പറയും, ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഒരു നൂല് പോലെ വന്നിട്ട് ആ കറുപ്പിനെയും വെളുപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ത്രെഡ് കാണുന്നത് വരെ നമുക്കിപ്പോ സുബ്ഹാനല്ലാഹ് ഒരുപാട് മീൻസ് ഉണ്ട് അല്ലെ. എന്താ ബാങ്ക് കറക്റ്റ് സമയമൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ ടൈമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ നിയമം എന്താണ്? ഈ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വ്യത്യസ്തമായിട്ട് കാണുന്ന ആ ഒരു സമയം ഒന്ന് പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് അങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമുക്കൊക്കെ വീടുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മളെ ചുറ്റുപാടും തടസ്സങ്ങളാണ് അല്ലെ, അടുത്തടുത്തുള്ള വീടുകളും മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പക്ഷെ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു ഹൈറ്റുള്ള ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ, ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ മേലെ നിന്ന് നോക്കുമ്പോൾ ചെറിയ തോതിലെങ്കിലും നമുക്കത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അപ്പം അങ്ങനെ ചെറിയൊരു ലൈറ്റ് വന്ന ഒരു ക്രാക്ക് വരും അല്ലെ, ആ ഇരുട്ടിന് ഇങ്ങനെ ഒരു പൊട്ടല്, ഒരു കീറല് വരും അല്ലെ. ആ പുലരി വെള്ള കീറ എന്നൊക്കെ പറയും. അതുപോലെ ഇങ്ങനെ ആ വെള്ള കീറി വരുന്ന ആ ഒരു സമയം, അതുവരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാടില്ല. അപ്പൊ ഈ വെളുത്ത നൂല് കറുത്ത നൂല് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെളുത്ത നൂലും കറുത്ത നൂലും എടുത്തിട്ട് അതിങ്ങനെ രാത്രിയിൽ വെച്ച് നോക്കലല്ലേ, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ എന്നല്ല. കാരണം അങ്ങനെ ഒരു ഹദീസ് പോലും ഉണ്ട്, സ്വഹീഹ് ബുഖാരിയിൽ വന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്. ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പം അദ്ദേഹം സുബ്ഹാനല്ലാഹ് രണ്ട് നൂലുകൾ, ഒരു കറുത്ത നൂലും വെളുത്ത നൂലും എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പില്ലോന്റെ അടിയിൽ വെച്ചിട്ട് കിടന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കും പോലും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുത്തി കാണാൻ പറ്റും. മുപ്പർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ചോദിക്കേണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇത് എന്താണ് ഈ ചക്രവാളത്തിൽ അല്ലെ, ഈ പുലരി ആ വെള്ള കീറുന്ന സമയത്ത് ആകാശത്തിൽ കാണുന്ന ഒരു സംഭവമാണ്, അല്ലാതെ നമുക്ക് നൂല് വെച്ചിട്ട് പില്ലോന്റെ അടിയിൽ വെച്ചിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അപ്പം ആ ഒരു പുലരിയുടെ വരവ്, അതാണ് എന്താണ് നമുക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അനുവദിച്ചിട്ടുള്ള ടൈം. അത് വരെ ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അതിന്റെ അർത്ഥം ആ സമയം വരെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം അല്ലെ, ഹത്ത, അതുവരെ. അപ്പം സുഹൂർ എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ഡിലേ ആക്കുക, ലാസ്റ്റ് അല്ലെ, ആ ഒരു വെള്ള കീറുന്ന ആ ഒരു സമയം വരെ നമ്മൾ ഡിലേ ആക്കുക. പിന്നെ സുഹൂർ കഴിക്കുക, കാരണം അതിനകത്ത് ബറക്കയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ അത്താഴം അല്ലെങ്കിൽ സുബഹിക്ക്, നോമ്പിന് സുബഹിക്ക് ജസ്റ്റ് മുമ്പ് കഴിക്കുന്ന ഭക്ഷണം അത് കഴിക്കുക, അതിനകത്ത് ബറക്കയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ വളരെ നേരത്തെ കഴിച്ചത് പണി തീർക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് പരമാവധി വൈകിക്കുക ആ അവസാനത്തെ സമയം വരെ. ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. സുമ്മ, പിന്നീട് അത് തുടങ്ങിയതിനു ശേഷം, ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കിയതിനു ശേഷം അതിമുസ്സുയാം, നിങ്ങൾ നിങ്ങളുടെ നോമ്പിനെ കംപ്ലീറ്റ് ചെയ്യാം. അസ്സുയാം എവിടെ വരെ? ഇലല്ലയിൽ, രാത്രി വരെ. അപ്പം സുബഹി വരെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം, ഫജ്ർ വരെ ഭക്ഷണം കഴിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്,
എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. നിങ്ങൾ നോമ്പ് നോൽക്കുക. എവിടെ വരെ? ഇലല്ലേ, രാത്രി വരെ. ഈ രാത്രി എന്ന് പറയുന്നത് ഇഷ ആണോ? അല്ല, അല്ലെ, രാത്രിയുടെ തുടക്കമാണ്. അതായത് സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഗ്‌രിബിന്റെ സമയം. അപ്പം സുഹൂറ് പരമാവധി വൈകിക്കുക, ഫജ്ർ വരെ വൈകിക്കുക, ഇഫ്താർ പരമാവധി പെട്ടെന്ന്, അല്ലെ, വൈകിക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്ത ഉടനെ. ഇഫ്താർ വൈകിക്കുന്നതിൽ യാതൊരു പുണ്യവും ഇല്ല എന്ന് മാത്രമല്ല, അതൊരു അനുസരണക്കേട് കൂടെയാണ്. എന്ന് വെച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പേ സമയം സെറ്റാക്കിയിട്ട് നോമ്പ് തുറക്കുന്ന പരിപാടിയും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം കറക്റ്റായിട്ട് സമയം ഫോളോ ചെയ്യുക. കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുക. അനാവശ്യമായിട്ട് യാതൊരു റീസണും ഇല്ലാതെ വൈകിക്കരുത്. ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലരുണ്ട് ഇപ്പം യാത്രയിലാണ്, കാറിലാണ്, ഇപ്പം എത്തും, 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. അപ്പൊ അവിടെ ചെന്ന് സമാധാനമായിട്ട് നോമ്പ് തുറക്കാലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറക്കാതിരിക്കുന്നത്. അപ്പൊ ആ ഇരുന്ന ഇരിപ്പിൽ ഒന്നൊന്ന് സൈഡാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുക. അതൊരു എന്താ പറയാ, അങ്ങനെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അത് ചെയ്യാതിരിക്കല് അനുസരണക്കേടാണ്. സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ, രാത്രി വരെ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇദാ അഖബല ലൈലു മിൻ ഹാഹുന വഅദ്ബറ നഹാറു മിൻ ഹാഹുന വഗറബത് ഷംസു ഫഖദ് അഫ്തറ الصائم. രാത്രി അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ നിന്ന്, അതായത് കിഴക്ക് നിന്ന് രാത്രി അപ്രോച്ച് ചെയ്യും, പടിഞ്ഞാറേക്ക് പകല് പോവുകയും ചെയ്യും, അല്ലെ, രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വന്നിട്ട് പോകുന്ന ആ ഒരു സമയമാണ് എന്ത്? ഫഖദ് അഫ്തറ സിയാം, അഫ്തറ സ്വായിം, നോമ്പ് തുറക്കേണ്ട ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോമ്പ് തുറക്കുക. അതുവരെ പാടില്ല, പക്ഷെ അപ്പൊ നിങ്ങൾ തുറക്കുക. അപ്പൊ നമ്മള് നിയമങ്ങൾ കണ്ടു, അല്ലെ, എന്തൊക്കെയാണ് അനുവദനീയമായിട്ടുള്ളത്, എന്തൊക്കെയാണ് അനുവദനീയമല്ലാത്തത്, കഴിക്കാനും കുടിക്കാനും അനുവദിച്ച സമയം ഏതുവരെയാണ്, നിർത്തേണ്ട സമയം ഏതുവരെയാണ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി എത്തിക്കാഫിന്റെ നിയമത്തിലേക്ക് പോവാം. എത്തിക്കാഫ് എന്ന് പറഞ്ഞാല് ഐൻ കാഫ് ഫ. ഉഖൂഫ് എന്ന ഐൻ കാഫ് ഫ ആണ് റൂട്ട്. ഉഖൂഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിവോട്ട് ചെയ്യുക, സമർപ്പിക്കുക. എന്തെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യുക, വേറൊന്നും ചെയ്യാതിരിക്കുക. അതാണ് ഉഖൂഫ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒന്നിലേക്ക് ഇങ്ങനെ ക്ലിഞ്ച് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കാന്ന് പറയില്ലേ, ഞാൻ ഇത് വിടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലിഞ്ച് ചെയ്തിട്ട് അതിനോട് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ലീവ് ചെയ്യാതെ നിൽക്കലാണ് ഓക്കെ എത്തിക്കാഫ് അല്ലെങ്കിൽ ഉഖൂഫ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇബാദത്തിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാം. ഒരു വ്യക്തി ഇത്തികാഫ് ചെയ്യുമ്പം എവിടെയാണ്? പള്ളികളിൽ, അല്ലെ, മസ്ജിദിൽ അതിനോട് ചേർന്ന് നിൽക്കുക, അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാം. അവിടെ ആ വ്യക്തി എന്താ ചെയ്യുന്നത്? കുറെ ആൾക്കാരുണ്ടാവും, സുബ്ഹാനല്ലാഹ്, അറിയുന്നവരൊക്കെ വരും, രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് കുറെ അങ്ങ് വർത്താനൊക്കെ പറഞ്ഞ് ചിരിക്കുക. അതിനാണോ? അല്ല, അല്ലെ. നമുക്കറിയാം ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ വീടുകളിൽ ഒരു പക്ഷെ കിടന്നുറങ്ങുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, കുടുംബത്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്തികാഫ് ചെയ്യുന്നവര് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പള്ളികളിൽ ഇരിക്കുന്നവരാണ്, അല്ലെ. അവരെന്താ അവിടെ ചെയ്യുന്നത്? അവര് നമസ്കാരങ്ങൾ, ഫർദായിക്കോട്ടെ, നഫ്ലായിക്കോട്ടെ, സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, ഖുർആൻ ഓതലുകൾ, ദുആ, ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെ, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുകയാണ് കോൺസ്റ്റന്റ് ആയിട്ട്, ഒരു ചേഞ്ചും ഇല്ലാണ്ട്. ഇത്തികാഫ് എവിടെയാ ചെയ്യുന്നത്? പള്ളികളിൽ. എപ്പോഴാ ചെയ്യുക? അവസാനത്തെ 10 ദിവസങ്ങൾ, അല്ലെ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. അപ്പം പള്ളികളിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ? യെസ്, പള്ളികളിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. പള്ളികളിലാണ് ഇത്തികാഫ്. പകലാണോ പള്ളികളിൽ പോയിരിക്കേണ്ടത്? അല്ല, രാത്രികളിലും കൂടെ ആണ്. അവൻ പള്ളിയിലെ ഇത്തികാഫിന് വേണ്ടി പോകുമ്പോൾ അവന് പുറത്തു പോകാൻ പറ്റുമോ? അത്യാവശ്യങ്ങളാണെങ്കിൽ മാത്രം. അതായത് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ട് ഒരാൾ പള്ളിയിൽ കയറി കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തു പോയിട്ട് പെട്ടെന്ന് വരാം. അല്ലാതെ ഞാൻ ഇത്തികാഫിന്റെ നിയ്യത്തൊക്കെ വെച്ച് പള്ളിയിൽ ഒന്ന് പോയി മുഖം കാണിച്ച് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഉറങ്ങി, അല്ലെ, തമാശയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇത്തികാഫല്ല. അവൻ പള്ളിയിൽ ഇരിക്കലാണ് ഇത്തികാഫ്. ഇനിയിപ്പം അത്യാവശ്യത്തിനല്ലേ ഒന്ന് പുറത്തുപോയി എന്തെങ്കിലും ഒരു ഭക്ഷണം ആരെങ്കിലും കൊണ്ടു കൊടുത്തു, അത് പോയി വാങ്ങി വന്നു, അതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യങ്ങൾക്കൊഴികെ ഇത്തികാഫിന് വേണ്ടി പള്ളിയിൽ നിയത്ത് വെച്ച് കയറി കഴിഞ്ഞാൽ പുറത്തേക്കില്ല. ഇനി ഇത്തികാഫിന്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ എത്ര കാലമാണ്? ഇപ്പം ആ 10 ദിവസങ്ങൾ രാവുകളും പകലുകളും ഇത്തികാഫ് ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ്, മെജോറിറ്റി അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തികാഫിന്റെ മിനിമം സമയം എന്ന് പറയുന്നത് 1 നിമിഷമാണ്.
എന്നാൽ വേറെ ചിലര് ഒരു ദിവസമാണെന്ന് പറയുന്നത്. പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം മുഴുവനാണെന്നും ഒരു നിമിഷമാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ എവിടെയും ഇത്ര സമയമാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് എന്ന് തെളിയിക്കുന്ന തെളിവുകളില്ലെന്നാണ് മെജോറിറ്റി അഭിപ്രായം. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി എത്തിക്കാഫിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിലാണ്. അതാണ് എത്തിക്കാഫ്. ഓക്കെ, ഇനി അത് എത്തിക്കാഫ് എന്താന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. തിരിച്ചു വരാം. എത്തിക്കാഫിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തുബാശിറൂഹുൻ, നിങ്ങൾ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. ആര്? നിങ്ങളുടെ ഭാര്യമാരുമായിട്ട്. വ അൻതും, നിങ്ങളായിരിക്കെ ആകിഫൂന ഫിൽ മസാജിദ്. എത്തിക്കാഫ് ആക്കിഫ് എന്ന് പറഞ്ഞാൽ ആക്കിഫൂന എന്ന് പറഞ്ഞാൽ ആക്കിഫിന്റെ പ്ലൂറലാണ്. ആക്കിഫ് എന്ന് പറഞ്ഞാൽ എത്തിക്കാഫ് ചെയ്യുന്ന ഒരാൾ. ഫിൽ മസാജിദ്, പള്ളികളിൽ. സീൻ ജീം ദാൽ. അപ്പം നിങ്ങൾ രാത്രികളിലെ പള്ളികളിലെ എത്തിക്കാഫിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ റമളാനിലെ മറ്റു ദിവസങ്ങളിൽ, എത്തിക്കാഫിലല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ എത്തിക്കാഫ് ആണെങ്കിൽ പാടില്ല. വീട്ടിൽ ഒന്ന് വീട്ടിൽ പോയി ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് വെച്ചാൽ പറ്റൂല, പാടില്ല. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. എത്തിക്കാഫ് പള്ളികളിലാണ്. ഫിൽ മസാജിദ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. എത്തിക്കാഫ് ആണെങ്കിൽ അത് പള്ളികളിലാണ്. അത് ഏത് പള്ളിയും ആവാം. മസ്ജിദുൽ ഹറമോ മസ്ജിദുൽ നബവിയോ ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റിയിലുള്ള ഏതൊരു പള്ളിയും അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. അള്ളാഹു പറയാണ് തിൽക ഹുദൂദുല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ ലിമിറ്റുകൾ. അള്ളാഹു അത്തരത്തിലുള്ള ചില ബൗണ്ടറികളൊക്കെ അതിർവരമ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫലാ തഖറബൂഹ, അതിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോരുത്. അള്ളാഹ് അങ്ങനെ ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോലും പോയിട്ട് ഒന്ന് അപ്പുറത്തേക്ക് നോക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. ഹുദൂദ്, ഹദ്ദിന്റെ പ്ലൂറലാണ് ഹ ദാൽ ദാൽ. ഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ്, അതിർവരമ്പ്. ഹുദൂദുദ്ദാർ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഹദ് അല്ലെങ്കിൽ ഹുദൂദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളുടെ ഹദ് എന്താണ്? നമുക്കൊരു ബൗണ്ടറി വാൾ ഉണ്ട് അല്ലെ, കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് വേലിക്കെട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തിനാ അത്? നമ്മള് മറ്റുള്ള നമ്മളെ നെയ്ബറിന്റെ അടുത്ത വീട്ടുകാരുടെ പറമ്പും നമ്മളുടെ പറമ്പും തമ്മിൽ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം അടുത്ത വീട്ടുകാർ എന്തെങ്കിലും അവരെന്തെങ്കിലും ഒരു വേസ്റ്റ് എറിയാണെങ്കിൽ അത് അവരുടെ പറമ്പിലാവണം, നമ്മളെ പറമ്പിലാവരുത്. അവര് കുട്ടികൾ കളിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇപ്പുറത്തേക്ക് വന്ന് വീണ് നശിപ്പിക്കാൻ പാടില്ല അല്ലെ. അവരുടേതായ ഒരു സാധനങ്ങളും നമ്മുടെ പറമ്പിലേക്ക് വരാൻ പാടില്ല. അപ്പം ആ രീതിയിൽ അതിന് ബോർഡർ കെട്ടിയിട്ട് ഒരു ലിമിറ്റ് ചെയ്ത് വെക്കുകയാണ്. അവരവരുടേതിലും നമ്മൾ നമ്മുടേതിലും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡർ. ഇപ്പൊ ചില ഫാക്ടറികളോ അല്ലെങ്കിൽ ചില കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ പുറത്ത് വേറെ ഒരു മതിൽ കെട്ടിയിട്ട് പറയും ട്രസ് പാസിംഗ് നോട്ട് അലൗഡ് അല്ലേ. അങ്ങനെ തോന്നിയ പോലെ ഇതിൽ നിങ്ങൾ പോവാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. കാരണം ഇതിലേ നിങ്ങൾ ക്രോസ് പോലും ചെയ്യാൻ പാടില്ല, ഇതിനകത്തേക്ക് വരാൻ പോലും പാടില്ല. അതുപോലെ തിൽക ഹുദൂദുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ചില ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഈ ലിമിറ്റിനകത്തുള്ളത് നിങ്ങൾക്ക് ഹലാലല്ല, നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോലും പോവരുത്. ചിലപ്പം അങ്ങനെ ഒരു വാള് കെട്ടിക്കഴിഞ്ഞാലോ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ എന്നുള്ളൊരു ടെംപ്റ്റേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പം ചില കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ഇതുപോലെ വാള് കെട്ടിയിട്ട് വെക്കും അതിനകത്ത് അടുത്തേക്ക് പോകണ്ട, നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ, ഇപ്പൊ 30-40 നിലകളുള്ള ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ അത്ര തന്നെ താഴോട്ട് അവർ കുഴിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ, ബേസ്മെന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി. അപ്പൊ ആ കുഴി എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവർ പുറത്ത് വാർണിങ്ങും കോഷനും ഡേഞ്ചറസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇപ്പൊ വെള്ളച്ചാട്ടങ്ങൾ, കൊക്ക, വ്യൂ പോയിന്റ്, ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. സുബ്ഹാനല്ലാഹ്. കാരണം അത് സേഫ് അല്ല. നമ്മുടെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് അതിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകരുത് എന്ന് പറയുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചിലത് ഹറാമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോലും പോയി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് വിചാരിക്കരുത്. അള്ളാഹു അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വലാ തുബാശിറൂഹുൻ, ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ അടുത്ത് പോലും പാടില്ല. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പാണ്. ഫലാ തഖറബൂഹ, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഹറാമാക്കിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകരുത്. കാരണം അത് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പെടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കുഴി എടുത്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരിക്കും. അതിനടുത്തേക്ക് പോരുതെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഒരു പേടി വരുന്നത്, ഒരു വെപ്രാളം വരുന്നത്, നമ്മൾ സ്ലിപ്പായി വീണു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഈ കൊക്കകളിലും വാട്ടർഫോളിലും ഒക്കെ പോയിട്ട് സെൽഫി എടുത്ത് സുബ്ഹാനല്ലാഹ് മരിക്കുന്നവരുടെ ന്യൂസുകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ.
അപ്പൊ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് ആവൂല എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ആ കൺസ്ട്രക്ഷൻസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് സേഫ്റ്റി ഉദ്ദേശിച്ച് സേഫ്റ്റി ഒഫീഷ്യൽസ് അത് ചെയ്യുന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് ചില വഴിക്ക് പോരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് പോലും നമ്മൾ പോവണ്ട, അപകടത്തിൽ ചെന്ന് ചാടും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല തിന്മകളും അല്ലെ, നമ്മളായിട്ട് അതിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ പോകാൻ അനുവാദം കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് ചെന്ന് ചാടുന്നത്. സുബ്ഹാനല്ലാഹ്. മുനാഫിക്കുകളെ കുറിച്ച് യൗമുൽ ഖിയാമയിൽ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യം സൂറത്ത് ഹദീദിൽ 14-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. യുനാദൂനഹും അലം നകുൻ മഅക്കും, അവർ അതായത് മുനാഫിക്കുകൾ വിശ്വാസികളെ വിളിച്ചു ചോദിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? ഖാലു, സത്യവിശ്വാസികൾ പറയും, ബല വലാകിന്നകും ഫതൻതും അൻഫുസകും, അതെ പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ഫതൻതും ഫിത്നയിലാഴ്ത്തി, നാശത്തിലാഴ്ത്തി. അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ഫിത്നയിലാക്കിയതാണ് അല്ലെ. അപ്പോൾ നിങ്ങളായിട്ട് കൊണ്ട് ആ ഫിത്നയിലേക്ക് വെച്ചു കൊടുത്തതാണ്, നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആദം അലൈഹി ഇസ്ലാമിന്റെ കാര്യം, സ്വർഗത്തിലേക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തപ്പം ഫലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തിന്റെ അടുത്തേക്ക് പോലും പോകരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പോയ ടെംപ്റ്റേഷൻ വരും അല്ലെ, എങ്ങനെ ഉണ്ടാവും അതിന്റെ ഫ്രൂട്ട്, ടേസ്റ്റ് ഉണ്ടാവോ, കഴിച്ചു നോക്കാവോ എന്നൊക്കെ തോന്നും. അതെന്നെ സംഭവിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ തിന്മകളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കുമ്പോൾ, അതിനെ ചെറുതായിട്ടൊന്ന് മണത്ത് നോക്കാൻ നോക്കുമ്പോൾ, ചെറുതായിട്ട് കേട്ട് നോക്കാന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ടെംപ്റ്റേഷൻസ് വരും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ലിമിറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകണ്ട, അകന്ന് തന്നെ നിൽക്കുക. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി, അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യുബയ്യിൻ വിവരിച്ച് വിശദമാക്കി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആയാതിഹി, അവന്റെ ആയാത്തുകൾ, അവന്റെ ആയത്തുകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ വചനങ്ങൾ, ലിന്നാസി, മനുഷ്യർക്ക് വേണ്ടി, ലഅല്ലഹും യത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, നിങ്ങൾ നിങ്ങളെ സ്വയം സംരക്ഷിക്കുന്നവരായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആയത്തുകൾ വളരെ എലാബറേറ്റ് ആയിട്ട് വളരെ വിശദമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. വളരെ ക്ലിയർ ആയിട്ട് വളരെ വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്താണ് അലൗഡ്, എന്താണ് അലൗഡ് അല്ലാത്തത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ലഅല്ലഹും തത്തഖൂൻ, ലഅല്ലഹും യത്തഖൂൻ, നിങ്ങൾ നിങ്ങളെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. കാരണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്നത്, എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നിയമങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഓക്കെ, അള്ളാഹിന്റെ കാര്യം നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. സമ്മറി പറയുമ്പോൾ ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അല്ലേ, നമ്മൾ പൊതുവേ നമുക്ക് ഭക്ഷണം ഹലാലാണ്, വെള്ളം അല്ല കുടിക്കുന്നത് ഹലാലാണ്, ലൈംഗിക ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ലൈംഗിക ബന്ധം ഹലാലാണ്. പക്ഷേ നോമ്പ് നോൽക്കുമ്പം അല്ലെങ്കിൽ ഇഅ്തികാഫിലിരിക്കുമ്പം ഈ സാധാരണഗതിയിലെ ഹലാലായ കാര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുകയാണ് അല്ലെ. എന്നിട്ട് അള്ളാഹു പറയാണ് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജനറലി അലൗ ചെയ്തിട്ടുള്ള ഹലാലാക്കിയ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും അല്ലെ. അവിടെ നമ്മൾ അള്ളാഹിന്റെ കൽപ്പന വന്നപ്പോൾ നമ്മൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. നിങ്ങളെ കൊണ്ട് അത് പറ്റും എന്നുള്ള നമ്മളെ പഠിപ്പിക്കുക അല്ലെ. നിങ്ങൾക്ക് പൊതുവെ അനുവദിച്ചിട്ടുള്ള നിങ്ങളുടെ നഫ്സിന്റെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഭക്ഷണം, വെള്ളം, ലൈംഗിക ബന്ധം അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലും ഞാനൊരു കൽപ്പന തന്നപ്പോൾ നിങ്ങൾക്ക് നിർത്തിവെക്കാൻ പറ്റുന്നുണ്ട് മനുഷ്യന്മാരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് ഞാൻ ഹറാമാക്കിയ കാര്യങ്ങളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അള്ളാഹ് നമ്മളോട് നമ്മളെ തന്നെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തരാ. ആര്? നമ്മളിത് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. അള്ളാഹു നമ്മളടുത്ത് കംപ്ലീറ്റ് ഹറാമാക്കിയ കാര്യങ്ങള് അല്ലെ. പക്ഷെ നമ്മൾ എന്താ പറയാ, നമുക്ക് എക്സ്ക്യൂസാ, അത് അതുകൊണ്ട് ഇതുകൊണ്ട് മറ്റേത് കൊണ്ട് ഞാൻ അത് ചെയ്തു പോണു, അത് ചെയ്ത് അതിൽ പെട്ടുപോണു. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പെട്ടുപോകും. പക്ഷെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും അവസരങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. തൗബ ചെയ്ത് മടങ്ങാനും തിരുത്താനുള്ള അവസരങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല, എക്സ്ക്യൂസസ് കാണുകയാണെങ്കിൽ അള്ളാഹ്ക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനപ്പുറം നമുക്ക് വിശദീകരിക്കാനില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യം ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മേലെ ഇറക്കിയിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അത് തിരുത്താനൊന്നും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല, ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹ് കൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ശരിയായതിൽ നിന്നും ഹലാലായതിൽ നിന്ന് പോലും അള്ളാഹു കൽപ്പിക്കുമ്പോൾ മാറി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹറാമായത് നിങ്ങൾക്ക് പറ്റൂല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന്റെ പേരിൽ നിങ്ങൾ അതിൽ പെട്ടുപോണ്ട. പറ്റും, ശ്രമിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അടുത്ത ആയത്ത് ചെറുതാണ്, ഒരുപാട് സമയം എടുക്കില്ല ഇൻഷാ അല്ലാഹ്. 188. വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാതിലി വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കൾ തിന്നരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്ത് തിന്നുവാൻ വേണ്ടി നിങ്ങൾ അതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. വാക്കർത്ഥം വലാ തഅകുലു നിങ്ങൾ തിന്നരുത്, അംവാലക്കും നിങ്ങളുടെ മുതലുകൾ, മീം വാവ് ലാം മാലിന്റെ പ്ലൂറലാണ്, ബൈനക്കും നിങ്ങളുടെ ഇടയിൽ, ബിൽ ബാത്തിൽ അന്യായമായിട്ട്, വതുദ്ലൂ നിങ്ങൾ ഇട്ടുകൊടുക്കുകയും, ദാൽ ലാം വാവ് ബിഹ അവയെ, ഇലൽ ഹുക്കാം വിധികർത്താക്കളിലേക്ക്, ഹ കാഫ് മീം, ലിതഅകുലു നിങ്ങൾ തിന്നാൻ, ഫരീഖൻ ഒരു വിഭാഗം, മിൻ അംവാലി മുതലുകളിൽ നിന്ന്, അന്നാസി മനുഷ്യരുടെ, ബിൽ ഇസ്മി കുറ്റകരമായിട്ട്, അൻതും നിങ്ങളാവട്ടെ, തഅലമൂൻ നിങ്ങൾ അറിയുന്നുണ്ട്. തഫ്സീർ നോക്കാം. വലാ തഅകുലു നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ അല്ലെ ഹലാലായ ഭക്ഷണം നിങ്ങളെടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നോമ്പ് നോൽക്കുമ്പോൾ നിങ്ങളടുത്ത് എങ്ങനെ ഹലാലായ ഭക്ഷണം കഴിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുവോ, അതേപോലെ നോമ്പല്ലാത്ത സമയത്ത് നിങ്ങൾ കഴിക്കരുത്. എന്ത്? അല്ലാത്ത സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും നിങ്ങൾ കഴിക്കരുത്. എന്ത്? അംവാലക്കും നിങ്ങളുടെ മാലുകള്, ബൈനക്കും നിങ്ങളുടെ ഇടയിൽ, ബിൽ ബാറ്റുൽ അന്യായമായിട്ട്, തെറ്റായിട്ട്, വലാ തഅകുലു അഖല ഹംസ കാഫ്ലാം കഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾ കഴിക്കരുത് അംവാലക്കും. അംവാൽ മാലിന്റെ പ്ലൂറല്. അംവാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാം പെടും അല്ലെ. നമ്മൾ ഓൺ ചെയ്യുന്ന എന്തും, ഭക്ഷണം മാത്രമല്ല നമ്മളെ വസ്ത്രങ്ങളും വീട് സ്വത്ത് കാറ് എല്ലാം അതിനകത്ത് പെടും. നമ്മൾ മുമ്പ് മാല് കണ്ടിട്ടുണ്ട് ആ വാക്ക്. നമ്മൾ കാറും വീടും നമ്മൾ തിന്നൂലല്ലോ അല്ലെ. അപ്പം അതെന്തുകൊണ്ടാണ് വലാ തഅകുലു അംവാലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ കൺസ്യൂം ചെയ്യരുത്, ഉപയോഗിക്കരുത്. കുമാണ് നിങ്ങൾ, പ്ലൂറലാണ്. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം അംവാൽ കഴിക്കരുത്, ഓക്കെ, ഉപയോഗിക്കരുത്. മുസ്ലിംസ് എല്ലാവരും ഒരൊറ്റ ബോഡി അല്ലെ, ഇസ്ലാമിക സാഹോദര്യം ഒറ്റ ബോഡിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്യരുടെ ബൈനക്കും നിങ്ങളുടെ ഇടയിൽ, ബിൽ ബാത്തുൽ അവരുടെ മാലുകള്, ബാത്തുലായിട്ട്, ബാത്തുൽ ലാം തെറ്റായിട്ട്, തെറ്റായ വഴികളിലൂടെ നിങ്ങൾ കൺസ്യൂം ചെയ്യരുത്. തെറ്റായ വഴികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാവും അല്ലെ. വാങ്ങലും കൊടുക്കലും വിൽക്കലും ബിസിനസ്സും ട്രാൻസാക്ഷനും പലതിലും നമുക്ക് തെറ്റായ വഴികൾ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക, ഒരു ഗിഫ്റ്റായിട്ട് സ്വീകരിക്കുക അനുവദനീയമാണ്. എന്നാൽ തെറ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുതലിന് തിന്നാൻ പറ്റുക? പല വഴികളുണ്ട് അല്ലെ. എന്നാൽ സുബ്ഹാനല്ലാഹ്, ചൂതാട്ടം, കളവ്, മോഷണം, പലിശ, കൈക്കൂലി, പല രീതിയിൽ നമുക്ക് എടുക്കാം മറ്റുള്ളവരിൽ നിന്ന് ധനം അല്ലെ. ഇതൊക്കെ ജസ്റ്റ് ഒരു കോമൺ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഓരോന്നിന്റെയും കീഴില് ശരിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല പേരുകളുമുള്ള പല വഴികളുമുണ്ട് അന്യന്റെ സ്വത്തുകൾ അന്യായമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അത്തരത്തില് ബാറ്റിലായ രീതിയിൽ അന്യന്റെ മുതലുകൾ നിങ്ങൾ കഴിക്കരുത്. അവര് ഗിഫ്റ്റായിട്ട് തന്നോ ഓക്കെ, ഹലാലാണോ ഓക്കെ, പക്ഷെ ബാറ്റിലായ രീതിയിൽ നിങ്ങൾ കഴിക്കരുത്. മറ്റൊരാൾക്ക് അവകാശമുള്ള ഒരു സ്വത്ത് അല്ലെ, അത് നമുക്ക് എടുക്കാൻ അവകാശമില്ലെങ്കിൽ അവിടെ നമ്മൾ ബാറ്റിലായിട്ട് കൈവെക്കരുത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വത്ത്, മറ്റൊരാളുടെയും കൂടെ ആയിട്ടുള്ള സ്വത്ത്, നമ്മൾ അവർക്കും കൂടെ അവകാശമുള്ള സ്വത്ത് നമ്മൾ മാത്രം അവർക്ക് കൊടുക്കാതെ എൻജോയ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഹറാമാണ്. അതിനൊന്നും നമുക്ക് അനുവാദമില്ല. കളവ് അല്ലെ, മോഷണം, അതൊക്കെ ഇതിനകത്ത് പെട്ടതാണ്, ബാറ്റിലായിട്ടുള്ള വഴികളാണ്. ഒരു യതീമിന്റെ ധനം അത് നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കാൻ പാടില്ല.
അല്ലെങ്കിൽ അനന്തരാവകാശപരമായിട്ടുള്ള ഒരാളുടെ ധനം അത് ഷെയർ ചെയ്യാതെ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ അനുഭവിക്കാൻ പാടില്ല, മറ്റുള്ളവരുടേതാണെങ്കിൽ അല്ലേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് ആ ഒരു സ്വത്തിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബാത്തിലാണ്, അത് തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾക്ക് റമളാനില് ഹലാലായ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും നിങ്ങൾക്ക് നിർത്താം. അത്രയും നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട്, നിങ്ങൾക്ക് അത്രയും വിശപ്പ് ഉണ്ടായിട്ട്, നിങ്ങൾക്ക് അത്രയും ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ആവശ്യമുണ്ടായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പോലും ഹറാമായ രീതിയിലാണെങ്കിൽ നിങ്ങൾ അത് എടുക്കരുത്. പലിശ വഴിയോ, ഇൻഷുറൻസ് വഴിയോ, കളവ് വഴിയോ, മറ്റുള്ളവരുടെ അനന്തരാവകാശത്തിന്റെ അവകാശങ്ങൾ പിടിച്ചു വെക്കുന്നത് വഴിയോ, കൈക്കൂലി വഴിയോ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അത് പിടിച്ചെടുക്കരുത്. വലാ തക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ വതുദ്ലു ബിഹാ. ഇവിടെ ഒരു വ ഉണ്ട്. വാവ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഹെർഫ് അത്ഫാണ് അറബിയിൽ. അത് രണ്ട് വാക്കുകൾ തമ്മിൽ യോജിപ്പിക്കാനും അതുപോലെ രണ്ട് സെന്റൻസസ് തമ്മിൽ യോജിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ വതുദ്ലു ബിഹ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് വലാ തഅ്കുലു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ വലാ തഅ്കുലുനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വതുദ്ലു ബിഹ. വലാ തുദ്ലു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ അർത്ഥം വലാ തുദ്ലു ആണ്. തുദ്ലു എന്ന് പറഞ്ഞാല് ദാൽ ലാം വാവ്. ദൽവ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് മുതൽ അല്ലേ. അപ്പം എങ്ങനെയാണ് ബക്കറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട്, അതായത് കിണറിന്ന് വെള്ളം കോരുന്ന കാര്യം ആലോചിച്ചു. ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഇങ്ങോട്ട് കോരിയെടുക്കും അല്ലെ. ആ ബക്കറ്റിന്റെ കൂടെ നമുക്ക് വെള്ളവും കിട്ടും. അപ്പൊ തുദ്ലു ബിഹ, നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തിനെ നിങ്ങൾ പുള്ള് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എടുക്കരുത്. എന്തിനാണ് ബക്കറ്റ് ഉപയോഗിക്കുന്നത്? നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് കിണറ്റിലുള്ള വെള്ളം നമുക്ക് കൈകൊണ്ട് കോരിയെടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മഗ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ട്രോ ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് കോരിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ബക്കറ്റ് വേണം. നേരിട്ട് നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പലപ്പോഴും പല പ്രോപ്പർട്ടീസും നമ്മൾക്ക് മറ്റുള്ളവരുടെ മാലുകള് നമുക്ക് നമ്മൾ അർഹിക്കുന്നതല്ല, എന്നാൽ നമുക്കത് അത്ര എളുപ്പത്തിലിട്ട് കിട്ടുകയില്ല. ഈ പറഞ്ഞ പോലെ കിണറ്റിൽ കിടക്കുന്ന വെള്ളം പോലെയാണത്. ഓക്കെ, ശരിക്കും ന്യായപരമായിട്ട് നമുക്കത് കിട്ടൂല. അപ്പൊ ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്ത് ഉപയോഗിച്ചിട്ട് ചില ട്രിക്ക് അല്ലെ, ചില ചതികളൊക്കെ ചെയ്ത് ചിലർക്ക് പൈസയൊക്കെ കൊടുത്ത് അതിനെ കിണറ്റിന്ന് കോരിയെടുക്കുന്ന പോലെ ഇങ്ങോട്ട് കോരിയെടുക്കുക. അങ്ങനെ ആ സ്വത്ത് എടുക്കുക. വലാ തുദ്ലു ബിഹ അല്ലെ. തുദ്ലു ബിഹ, നിങ്ങൾ അത് ചെയ്യരുത്. ഇലൽ ഹുക്കാം. ഹാക്കിമിന്റെ പ്ലൂറലാണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ ഹുക്മ ചെയ്യുന്ന ആള്, അതായത് ജഡ്ജ്മെന്റ് നടത്തുന്ന ആള്. ഖാദി എന്ന് പറയാം. ഹുക്മ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ആണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ ജഡ്ജ് അല്ലെങ്കിൽ ഒരു ഖാദി. അപ്പം ഹാക്കിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജഡ്ജ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഖാദി മാത്രമല്ല, ഒരു അതോറിറ്റിയിലുള്ള അധികാരത്തിലുള്ള ഒരാൾ. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ പോലും അധികാരത്തിലുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലെ ഒരു അധികാരി, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോടതിയിലെയോ പള്ളിയിലെയോ ഒക്കെ ജഡ്ജ് ഖാദി ആയിട്ടുള്ള ആൾക്കാർ. അപ്പം വതുദ്ലു ബിഹ ഇലൽ ഹുക്കാം. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ധനം കൊടുത്തിട്ട് അല്ലെ, ഇപ്പൊ ബക്കറ്റ് ഇട്ട് വെള്ളം കോരി എടുക്കുന്നത് പോലെ നിങ്ങളുടെ ധനം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഒരു ധനത്തിന്, സമ്പത്തിനെ നിങ്ങൾക്ക് അന്യായമായിട്ട് ഹുക്കാമിന് കൊടുത്തിട്ട് കൈവശപ്പെടുത്തല്ലേ അല്ലേ. ചിലപ്പം ചിലര് ഇതുപോലെ ജഡ്ജിനൊക്കെ കൈക്കൂലിയൊക്കെ കൊടുത്ത് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് നമുക്ക് അന്യായമായിട്ടുള്ള, നമുക്ക് അവകാശമില്ലാത്ത സ്വത്ത് അവകാശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഞാനൊരു 50,000 അല്ലെങ്കിൽ 1,00,000 നിങ്ങൾക്ക് തരാം, എനിക്ക് കിട്ടുന്നതിൽ 25% ഷെയർ തരാം, ഇതെങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങി തായോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്തരത്തില് കൈക്കൂലി കൊടുത്ത ഹുക്കാമുകളെ വശത്താക്കിയിട്ട് നിങ്ങൾക്ക് അർഹിക്കാത്ത ധനം തുദ്ലു ബിഹ ചെയ്യല്ലേ അല്ലെ, കോരിയെടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്, എന്താ വാക്കുകൾ നോക്കണേ. അപ്പൊ പലപ്പോഴും ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, സ്വത്തുകളോ കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരങ്ങൾ വരുമ്പോൾ അത് അന്യായമാണ്, അത് എനിക്ക് അവകാശമില്ല എന്നറിയാം, എന്നാൽ പോലും ജഡ്ജിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അല്ലെ സത്യവാങ്മൂലം കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റായ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് ഇത് എനിക്കുള്ളതാണെന്ന് വരുത്തി തീർക്കുക. അപ്പം ജഡ്ജ് പോലും എന്താണ്, ചിലപ്പോ പൈസ കിട്ടിയിട്ടുണ്ടാവും, എന്നാ പിന്നെ ഇയാൾക്ക് വേണ്ടി ആക്കി കൊടുക്കാന്ന് വിചാരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ തെളിവുകൾ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ, കാരണം പൈസ ചെലവാക്കി അവിടെ തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആയിട്ട് സൈഡ് പിടിക്കുക, അവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവരങ്ങനെ വിധിച്ചോളും. ഇപ്പൊ നമ്മളെ എന്താണ് പള്ളികളിലാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിലും വലിയ വലിയ ആൾക്കാർ ഉണ്ടാവും അല്ലെ, ഒരു കാര്യം തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അപ്പം അവര് ഏതെങ്കിലും രീതിയിൽ ശരിക്കും കൈക്കൂലി എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്ക് ഫേവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വശത്താക്കിയിട്ട് അന്യായമായ കാര്യത്തിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തുദ്ലു ബിഹ ചെയ്യരുത്. നമ്മളതാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. തുദ്ലു ബിഹ 2 രീതിയിലാണ്. ഒന്ന്, ജഡ്ജിന്, അതായത് തീരുമാനമെടുക്കുന്ന ആൾക്ക് ബ്രൈബ് ഓഫർ ചെയ്തിട്ട്, അതായത് കൈക്കൂലി ഓഫർ ചെയ്തിട്ട്. രണ്ടാമത്, നിങ്ങളുടേതല്ലാത്ത അല്ലെ ധനം നിങ്ങളതാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഒരു തെളിവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ജഡ്ജിന് പൈസ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി പറയാം. 2, ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് എന്റേതാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ തെളിവുകൾ, അതിന് നമ്മൾ പൈസ ചെലവാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെ, ഇത് എന്റേതാണെന്ന് കാണിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ട് 2 രീതിയിലും തുദ്ലു ചെയ്യാം. വലിത കുലു, അപ്രകാരം എന്താണ് നിങ്ങൾ ഭക്ഷിച്ചേക്കാം, കഴിച്ചേക്കാം. എന്ത്? ലിതകുലു ഫരീഖൻ, ഒരു പോർഷൻ, മിൻ അംവാലിന്നാസി, മനുഷ്യരുടെ സ്വത്തുക്കളിൽ നിന്ന്, ബിൽ ഇസ്മി, തിന്മ കൊണ്ട്, കുറ്റകരമായിട്ട്, വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞവരായിരിക്കെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ചിലപ്പം ആളുകൾ ഇത് അറിയാതെ ചെയ്യുന്നവരുണ്ടാവില്ല, ഇതൊരു തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നവരുണ്ടാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷെ അറിഞ്ഞുകൊണ്ട്, മനഃപൂർവ്വം ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ലിതകുലു ഫരീഖൻ മിൻ അംവാലിന്നാസി ബിൽ ഇസ്മി വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യരുത്. എന്താണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് എന്താണ്, അഗൈൻ നോമ്പിന്റെ നിയമത്തിന്റെ ഇടയിലാണ് ഈ ഒരു കാര്യം ചേർത്തിട്ടുള്ളത് അല്ലെ, നോമ്പിന്റെ നിയമത്തിന് ശേഷം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ദുആയുടെ ആയത്ത് നോമ്പിന്റെ ആയത്തുകളുടെ ഇടയിലാണ്, അതിന്റെ ഹിക്മത്ത് എന്താന്ന് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ നിയമങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം കൊടുത്തത് എന്താ? നമുക്കറിയാം, നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് നോമ്പെടുക്കുന്നത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ അല്ലേ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ തഖ്വ എന്ന് പറയുന്നത് വെറും നമ്മുടെ നമസ്കാരത്തിലോ നോമ്പിലോ ഒതുങ്ങി പോകേണ്ടതല്ല, പകരം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വരേണ്ടതാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലും, നിങ്ങളുടെ കോടതിയിലെ കേസുകളിലും, നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിലും, എല്ലാ കാര്യത്തിലും തഖ്വ വേണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വേണം. കാരണം നമുക്കറിയാം പല ആളുകളും അല്ലെ, ശരിക്കും ഇസ്ലാമിനോട് തന്നെ പലർക്കും വെറുപ്പ് തോന്നാനുള്ള കാരണവും അതാണ്. പല ആളുകളും അവർ ഭയങ്കര നിസ്കാരമായിരിക്കും, പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല, ഭയങ്കര നോമ്പായിരിക്കും. പക്ഷെ ഇതുപോലെയുള്ള ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ വളരെ മോശപ്പെട്ട ഡീലിങ്സ് ആയിരിക്കും, വളരെ മോശപ്പെട്ട റൂഡായിട്ടുള്ള ആളുകളായിരിക്കും. അവരവരുടെ വാക്കുകൾ ബ്രേക്ക് ചെയ്യും, പലിശ അതുപോലെയുള്ള എല്ലാ അന്യായമായിട്ടുള്ള സ്വത്തുക്കളുടെ കാര്യത്തിലും അവർ ഇൻവോൾവ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മളുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുസരണയിൽ ആയിരിക്കണം. നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, അദ്ദുന്യാ യൗമുൻ, ഈ ലോകം എന്ന് പറയുന്നത്, ദുനിയാവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ദിവസമാണ്. വലന ഫീഹി സൗമുൻ, നമുക്ക് ആ ഒരു ദിവസം എന്താണ്? സൗമുനാണ്, നോമ്പാണ് അല്ലെ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരൊറ്റ ദിവസമാണ്. ആ ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത്? സൗം ചെയ്യാണ് അല്ലെ, നമ്മൾ കൺട്രോൾ ചെയ്യാണ്, ചെയ്യാൻ പറ്റാത്തതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യലാണ് ഈ ദുനിയാവിലെ ജീവിതം. അപ്പം നോമ്പിന്റെ ആയത്തുകൾ എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്താണ്? ഗൈഡൻസ് ആണ് അല്ലെ. എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തഖ്വ കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു ആവശ്യമുള്ള ആ ഒരു തഖ്വ ആവശ്യമുള്ള അളവിൽ റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അങ്ങനെ അപ്രകാരം അള്ളാഹുവിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഇബാദത്ത് ചെയ്യുന്ന അടിമകളാകാൻ വേണ്ടിയിട്ട് തൗഫീഖ് റബ്ബ് തരട്ടെ. അങ്ങനെ എത്തിലും പരത്തിലും വിജയികളായി മാറാനുള്ള തൗഫീഖ് നമുക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ മക്കൾക്കും, നമ്മുടെ വരുന്ന തലമുറകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي
اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.